ശ്രീലളിത സഹസ്രനാമ സ്തോത്ര പഠനം 43 ഭാഗം. അമേ നാരായണ. ശ്രീലളിത ത്രിപുരസുന്ദരിയുടെ 642 നാമം അപരിച്ഛേദ്യ. വേർതിരിക്കാനാകാത്ത, എല്ലാറ്റിനോടും ചേർന്നിരിക്കുന്നവൾ. ഇപ്പോൾ നമ്മളൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. ആ കേക്കിൽ മൈദപ്പൊടി, പഞ്ചസാര, വനില എസൻസ്, ബേക്കിംഗ് പൗഡർ, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മൾ ആ കേക്ക് ഉണ്ടാക്കുന്നത്. എന്നാൽ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൽ നിന്ന് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ വേർതിരിച്ചെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും ചേർന്നിരിക്കുന്നവൾ, ഒന്നിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം എല്ലാത്തിനോടും ചേർന്നിരിക്കുന്നവളാണ് അപരിച്ഛേദ്യ. ഛേദിച്ചെടുക്കാൻ സാധിക്കില്ല ദേവിയെ നമ്മളിൽ നിന്ന്. 643 നാമം ജ്ഞാനത. ആത്യന്തികമായ ബ്രഹ്മജ്ഞാനമേകുന്ന മഹാഗുരുവായ ശ്രീലളിത ത്രിപുരസുന്ദരി. ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള അതീന്ദ്രിയ ജ്ഞാനമേകുന്ന ഗുരു. ദേവി ആദ്യം ഭക്തനെ ദേവിയിലേക്ക് അടുപ്പിക്കുന്നു, പിന്നീട് ദേവിയിലേക്ക് ചേർക്കുന്നു. ദേവി നൽകുന്ന ആ പരമമായ ജ്ഞാനം നമ്മളെ സ്വതന്ത്രരാക്കുന്നു. പലപ്പോഴും അല്പജ്ഞാനം നമ്മളെ ബന്ധനത്തിലാക്കുമ്പോൾ ദേവി നൽകുന്ന ആ ബ്രഹ്മജ്ഞാനം നമ്മളെ സ്വതന്ത്രരാക്കുന്നു. 644 നാമം ജ്ഞാനവിഗ്രഹ. ഈ ബ്രഹ്മജ്ഞാനം തന്നെ സ്വരൂപമാക്കിയവൾ, ജ്ഞാനത്തെ ശരീരമാക്കിയ ദേവി ലളിതാംബിക. 645 നാമം സർവവേദാന്ത സംവേദ്യ. വേദങ്ങളിലെ ജ്ഞാനം ആറ്റിക്കുറുക്കിയെടുത്ത തത്വചിന്തകളാണ് വേദാന്തം. ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നിവയുടെ വ്യാഖ്യാനമാകുന്നു വേദാന്തം. വേദങ്ങളെ നമുക്ക് മന്ത്രങ്ങളായും ബ്രാഹ്മണം എന്നാൽ ആചാരം, അനുഷ്ഠാനങ്ങൾ എന്നിവയടങ്ങുന്ന വേദങ്ങളുടെ ഭാഗമാണ് ബ്രാഹ്മണങ്ങൾ. ആരണ്യകങ്ങളായി ആത്മൻ, ബ്രഹ്മൻ ഇവയെക്കുറിച്ചുള്ള ജ്ഞാനവും മറ്റ് ആചാരങ്ങളും ചേർന്നതാണ് ആരണ്യകങ്ങൾ. ഏറ്റവും അവസാനം ഉപനിഷത്തുകളാണ് ഏറ്റവും ആത്മീയമായ തലം. വേദങ്ങളുടെ ഏറ്റവും ആത്മീയമായ തലമാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുക്കളുടെ വ്യാഖ്യാനമാകുന്നു വേദാന്തം. ഇത് മതത്തിനും അപ്പുറത്താണ്. ബ്രഹ്മത്തെക്കുറിച്ചുള്ള ആത്യന്തിക ജ്ഞാനമാണ് വേദാന്തങ്ങളിലുള്ളത്. ഈ വിധത്തിലുള്ള വേദാന്തത്തിലൂടെ മാത്രം അറിയാൻ സാധിക്കുന്ന ദേവീ ചൈതന്യമാണ് ശ്രീലളിത ത്രിപുരസുന്ദരി. അതിനാലാണ് ദേവിയെ സർവവേദാന്ത സംവേദ്യ എന്ന് വിളിക്കുന്നത്. സർവവേദാന്തങ്ങളായി പറയുന്നത് 10 പ്രധാന വേദാന്തങ്ങൾ. അദ്വൈതം ശങ്കരാചാര്യരുടെ, ഭേദാഭേദം ഭാസ്കരാചാര്യരുടെ, വിശിഷ്ടാദ്വൈതം രാമാനുജാചാര്യ, ദ്വൈതം മാധ്വാചാര്യ, സ്വാഭാവിക ഭേദാഭേദം നിംബർക്കാചാര്യർ, ശൈവ വിശിഷ്ടാദ്വൈതം ശ്രീകണ്ഠാചാര്യർ, ഭേദാഭേദ വിശിഷ്ടാദ്വൈതം ശ്രീപത്യാചാര്യർ, ശുദ്ധാദ്വൈതം വല്ലഭാചാര്യർ, അവിഭാഗദ്വൈതം വിജ്ഞാനഭിക്ഷു, അചിന്ത്യഭേദാഭേദം ഫലദേവാചാര്യം. ഇതാണ് 10 പ്രധാന വേദാന്തങ്ങളായി പറയുന്നത്. എല്ലാം തന്നെ ആത്മനും ബ്രഹ്മനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. അദ്വൈതമാണ് ഇതിൽ ഏറ്റവും ആക്സെപ്റ്റബിളായിട്ട് കാണുന്നത്. ഞാനും നിങ്ങളും ഈശ്വരനും വ്യത്യസ്തരല്ല, എല്ലാം ഒരേ ശക്തിയുടെ ഭാഗങ്ങളാണ് എന്ന വിശ്വാസം. ഈ വേദാന്തത്തിലൂടെ മാത്രം അറിയാൻ സാധിക്കുന്ന, ആ പരമമായ ജ്ഞാനത്തിലൂടെ മാത്രം അറിയാൻ സാധിക്കുന്ന ദേവി ചൈതന്യം. 646 നാമം സത്യാനന്ദ സ്വരൂപിണി. ദേവിയെ സച്ചിദാനന്ദ രൂപിണിയായിട്ട് നമ്മൾ വർണ്ണിക്കേണ്ടായി. പരമമായ ജ്ഞാനത്തിൻ്റെ, ഏറ്റവും ഉന്നതമായ സത്യത്തിൻ്റെ, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണല്ലോ പറയുക. ആ
ആത്യന്തികമായ സത്യം അറിയുമ്പോൾ അത് ഏറ്റവും പരമമായ ആനന്ദം നൽകുന്നു. ആ വിധത്തിൽ സത്യവും ആനന്ദവും ചേർന്ന സത്യാനന്ദ സ്വരൂപിണിയായ സച്ചിദാനന്ദ രൂപിണിയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി. 647 നാമം ലോപമുദ്രാർച്ചിത. ലോപമുദ്ര അർച്ചിത, ലോപമുദ്രയാൽ അർച്ചിക്കപ്പെട്ടവൾ. വേദകാലഘട്ടത്തിലെ വിദുഷിയാണ് ലോപമുദ്ര. പഞ്ചദശി മന്ത്രം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ലോപമുദ്ര. വരപ്രദ എന്നത് ലോപമുദ്രയുടെ മറ്റൊരു പേരാണ്. വിദർഭയിലെ രാജകുമാരിയും അഗസ്ത്യമുനിയുടെ പത്നിയുമായിരുന്നു എന്നാണ് ലോപമുദ്രയെ പറ്റിയുള്ള കഥ. ഋഗ്വേദത്തിലെ 179 മന്ത്രം ലോപമുദ്രയാണ് എഴുതിയത്. രതീദേവിക്കായുള്ള പ്രത്യേക മന്ത്രങ്ങളും ലോപമുദ്രയ്ക്ക് വശമുണ്ടായിരുന്നു. ആ വിധമുള്ള അത്രയും അറിവുള്ള അത്രയും പ്രശസ്തയായ ഒരു വിദുഷിയായിരുന്ന ലോപമുദ്രയാൽ അർച്ചിക്കപ്പെട്ട ശ്രീലളിത ത്രിപുരസുന്ദരി. 648 നാമം ലീലാക്ലുപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. ഈ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിലെ അഖിലാണ്ഡ മണ്ഡലത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യനിഷ്ഠയോടെ ആരോ മുന്നേ എഴുതി വെച്ചതുപോലെ കൃത്യമായി നിർവഹിക്കുന്ന ദേവിക്ക് ഇത് കേവലം ലീല മാത്രമാണ്. ഒരു ഇല എടുത്താൽ അതിൻ്റെ ആ ഘടന തന്നെ എത്രത്തോളം മാത്തമാറ്റിക്കലാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഒരു ഇലയുടെ കാര്യമാണ്. അപ്രകാരം ഈ പ്രപഞ്ചത്തിൽ എത്ര ലക്ഷക്കണക്കിന് ഇലകളുണ്ടായിരിക്കും. അങ്ങനെ ഇലകൾ മാത്രമോ, മനുഷ്യ ശരീരത്തിൽ തന്നെ എത്ര കൃത്യമായാണ് ഓരോ സെല്ലുകളും അടുക്കി വച്ചിരിക്കുന്നത്. ഈ വിധം എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തിയ പോലെ അങ്ങനെ അടുക്കി വയ്ക്കുന്ന ദേവിക്ക് ഇതെല്ലാം കേവലം ലീലകൾ മാത്രം. ദേവി ഇതിനൊരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. ദേവിക്ക് ഇവിടുത്തെ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം കേവലം ഒരു കളി മാത്രമാണ്. ദേവി ഇവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർമ്മഫലമനുസരിച്ച് നടത്തുന്നു എന്നാണ് പറയുന്നത്. 649 നാമം അദൃശ്യ. കേവലമായ ഈ നേത്രങ്ങളാൽ കാണാനാകാത്തവൾ, ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാനാവാത്ത അവാച്യമായ ഒരു അനുഭവമാണ് ദേവീ ചൈതന്യം എന്ന് പറയുന്നു. ബോധസ്വരൂപിണിയായ ദേവിയെ ധ്യാനത്തിലൂടെ മാത്രമേ അറിയാനാകൂ. നമ്മൾ ദേവി ധ്യാനഗമ്യാണ് എന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ അകത്തേക്ക് നടത്തുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെ നടത്തുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ദേവി നമ്മുടെ മുന്നിൽ വെളിവാകുന്നത്. 650 നാമം ദൃശ്യരഹിത. വീണ്ടും അദൃശ്യയായിരിക്കുന്നവൾ, നമുക്ക് മുന്നിൽ വെളിപ്പെടാത്തവൾ എന്ന അർത്ഥം. 651 വിജ്ഞാത്രി. ബ്രഹ്മജ്ഞാനം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ശ്രീലളിത ത്രിപുരസുന്ദരി. പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യമായ ആ ബ്രഹ്മമെന്ത് എന്നറിയുന്നവൾ. അപ്പോൾ ദേവിക്ക് എന്തു അറിയാം? നമ്മൾ ഈ ആകുലപ്പെടുന്നതും ആശങ്കപ്പെടുന്നതെല്ലാം കേവലം മായയിൽപ്പെട്ട് ഉഴലുന്നതാണ് എന്ന കാര്യവും ദേവിക്ക് നന്നായി അറിയാം. അപ്പോൾ ദേവിയോട് ചേരുമ്പോൾ ഈ വിജ്ഞാനം ദേവി നമ്മളിലേക്കും പകരുന്നു. 652 നാമം വേദ്യവർജിത. സർവജ്ഞപീഠം എന്നൊരു സങ്കല്പം ഉണ്ടല്ലേ. ആ സർവജ്ഞപീഠത്തിലിരിക്കുന്നവർ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിദ്വാനാണ്. ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ല. ആ വിധം ഇനിയൊന്നും തന്നെ അറിയാൻ ഇല്ല. ദേവിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിഞ്ഞവളാണ് ദേവി ലളിതാംബിക. 653 നാമം യോഗിണി. യോഗ എന്നാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒരു സംയോഗമാണ്. തന്ത്രവിധിയുടെയും യോഗയുടെയും വിദഗ്ധരാണ് യോഗിണിമാർ. ഇവർ
പാർവതീദേവിയുടെ അവതാരങ്ങളാണ് എന്നും പറയുന്നു. അപ്പോൾ ദേവിയെ യോഗിണി എന്ന് വിളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഇവയെ സംയോജിപ്പിക്കാനുള്ള കഴിവ് ദേവിക്കുണ്ട് എന്ന് പറയാം. അതുകൂടാതെ തന്നെ നമ്മുടെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ പാശമായി പ്രവർത്തിക്കുന്നവളാണ് ദേവിയാകുന്ന യോഗിണി എന്നും നമുക്ക് പറയാം. ഇനി 64 യോഗിണിമാരാണ് പ്രധാനമായും ഉള്ളത് എന്ന് പറയുന്നു. യോഗിണി ക്ഷേത്രങ്ങളെല്ലാം ഇന്ത്യയിൽ ഉണ്ട്. ആ യോഗിണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളായി പറയുന്നത് ബഹുരൂപ അല്ലെങ്കിൽ മായ, താര, നർമ്മദ, യമുന, ശാന്തി, വാരുണി, വൈദ്യരൂപ, വേതാളി, ജ്വാലാകാമിനി, കരാകാളി, ക്ഷേമാങ്കരി, ഐന്ദ്രി, വാരാഹി, രണവീര, വാനരമുഖി, വൈഷ്ണവി, ചർച്ചിക, ചിന്നമസ്ത, ഖഡ്വന്തര, സരസ്വതി ഇവരൊക്കെ യോഗിണിമാരാണ്. ഇവർക്കൊക്കെ ക്ഷേത്രങ്ങളുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും.